ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏട്ടാ, ആ സ്വർണത്തിന് 600 രൂപ കുറഞ്ഞു. സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. ഏട്ടാ, നമുക്ക് മേടിക്കേട്ടാ. ആർക്ക്? എനിക്ക്. ഇനിയിപ്പോ സ്വർണം ഡയമണ്ടൊന്നും വാങ്ങേണ്ട കാര്യം ആലോചിക്കേ വേണ്ട. എന്താ? KCB സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്. അപ്പൊ നല്ലതല്ലേ? ശമ്പളം കൂടുതൽ കിട്ടുമായിരിക്കും. ശമ്പളം കൂടുതൽ കിട്ടും. ഈ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്തേക്ക് കയറി വരും. അപ്പൊ അവർക്ക് താല്പര്യമുള്ള ആളുകൾ ഇതിനകത്ത് നിയമിക്കാം. പഴയ ആളുകളൊക്കെ പിരിച്ചുവിടുമെന്ന്. എല്ലാരും പിരിച്ചുവിട്ട് കഴിഞ്ഞാലേ ഇവിടെ പട്ടിണി നടക്കേണ്ടി വരും. ആര് പട്ടിണി നടക്കുന്ന കാര്യമാടാ പറയുന്നത്? തങ്കത്തിന്റെ കാര്യമാണോ? അല്ല, ഈ അമ്മയ്ക്ക് 24 മണിക്കൂറും തങ്കത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയുടെ മോന്റെ ജോലി പോവും. അപ്പൊ പട്ടിണി കിടക്കണ കാര്യം പറഞ്ഞേ. അമ്മയെ പട്ടിണി കിടക്കേണ്ടി വരും. അതെന്തിനാണ് ജോലി പോണത്? സ്വകാര്യവൽക്കരിക്കുവാണെന്ന് KCB. അല്ല, അതാരാ പോന്നത്? അതാരാടി? അമ്മേ, നാത്തൂന്റെ അടുത്ത് തയ്ക്കാൻ കൊടുക്കാൻ പോണവരാന്നേ. ഏട്ടാ, ഇന്ന് പോണില്ലേ? ഇവിടെ ഇരിക്കുവാണോ? പോണം, സമയമായല്ലോ. എടാ, പത്രത്തിൽ എന്തോന്നാ വാർത്ത? പത്രത്തിൽ പ്രത്യേകിച്ച് വാർത്ത ഒന്നുമില്ല അമ്മ. എടാ, ഇന്നലെ ആ പാമ്പിന്റെ സീരിയൽ ഇല്ലായിരുന്നു? ഇന്നുണ്ടാന്ന് നോക്കിയപ്പോഴാണ് നോക്കിയത്. അതെ അമ്മ, ആ പാമ്പിന്റെ സീരിയല് കാണുന്ന ആളുകളെ മുഴുവൻ പാമ്പ് കുത്തിച്ചാവുന്ന ഒരു ജ്യോത്സ്യം പ്രവചിച്ചിട്ടുണ്ട്. അവരുടെ പത്രത്തില് നോക്കിയേ. ഏട്ടൻ പറ്റിച്ചാ? ബ്ലൗസ് ഇട്ട് കളിക്കാ? ഇതിന്റെ കൈ രണ്ടും കണ്ടെത്തണ്ടത് എവിടെയാണെന്ന്. എന്റെ പൊന്നു ക്ലീറ്റ, അത് ഉരുട്ടിക്കൊണ്ടിരിക്കാതെ വേഗം ഒന്ന് തേച്ചിട്ട് ഈ സാരിയുടെ ഒന്ന് തേച്ച് വെച്ചേ. ഫോളോ പിടിപ്പിച്ചത് അത്. ഒരു ജോലി ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്താലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ. അല്ല, നീ എന്തിനാണ് ഈ സാരി തേക്കുന്ന കൊട്ടേഷൻ കേൾക്കണേ? സാരി തേച്ചു കൊടുക്കണ്ടേ? സാരി ഒന്നും അങ്ങനെ ഒരു തയ്ക്കുന്ന സ്ഥലത്തും തേച്ചു കൊടുക്കാറൊന്നുമില്ല. പിന്നെ അവര് കൊറേ തയ്യല് തന്നെ ചേച്ചി ഭദ്രകാളിയുള്ളൂട്ടാ. അത് തേച്ചു വേഗം. എനിക്ക് 2 കൈയേ ഉള്ളൂ. ഒരു ജോലി തീർന്നാലേ അടുത്ത ജോലി ചെയ്യാൻ പറ്റും കേട്ടാ. ബോധമില്ലാതെ നടക്കണേ നിങ്ങള്. അതെ, ഈ എന്റെ ശ്രദ്ധ തിരിപ്പിച്ചിട്ടല്ലേ ഞാൻ മര്യാദ ചെയ്തോണ്ടു. കത്തിയായിരുന്നു കാണായിരുന്നു. കത്തിയില്ല. കണ്ടോ, അതിന്റെ കളർ മാറി. ആ ചേച്ചി ഇന്ന് യുദ്ധം ചെയ്യൂടെ. അത് നമുക്ക് ഇച്ചിരി കളർ ചെയ്യാം. ഞാൻ ശരിയാക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? എന്താ ഇതാണ്ടേ? അയ്യോ, വേറെ ഒന്നും വിചാരിക്കരുത്. പുതിയത് തയ്ക്കാനുള്ള സമയമല്ല. 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നോക്കാം. വേറെ ഒന്നും വിചാരിക്കില്ല. ഇത് പുതിയതല്ല, ഇപ്പോഴും തച്ച് വാങ്ങിച്ചുകൊണ്ട് പോയത്. ആദ്യം ഇതിനെ ശരിയാക്കി താ. എന്താ പറ്റി? എന്ത് പറ്റിയെന്നാ? ഇങ്ങനെയാണോ ചുരിദാർ വെച്ച് വയ്ക്കണത്? ഇങ്ങനെയാണോ ചുരിദാർ വെച്ച് വയ്ക്കണേന്ന്? അല്ല, എന്താണ് പ്രശ്നം? പറഞ്ഞ വലത്തെ കൈക്ക് നീളം കൂടുതൽ, ഇടത്തെ കൈക്കാണെങ്കിൽ നീളം കുറവ്. അത്ര അല്ല, കഴുത്താണെങ്കിൽ നല്ല കൂട്ടി പിടിച്ചാണെങ്കിരിക്കുന്നു. പിന്നെ ഭയങ്കര ടൈറ്റ്. ചേച്ചിയുടെ ഇച്ചിരി വണ്ണമൊക്കെ കുറയ്ക്കാൻ പറയണം. അല്ല, വണ്ണം നമുക്ക് കുറപ്പിക്കാം. അതെല്ലാം കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ ചേട്ടൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. 2 ദിവസം കഴിഞ്ഞാ? അത്യാവശ്യം ഒരു ചടങ്ങിന് മുകളിലാണ് എനിക്ക്. ഒന്ന് മാറ്റി വെച്ചുകൂടെ അങ്ങോട്ട്? കല്യാണം മാറ്റി വയ്ക്കാനാ? ആലപ്പുഴ കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്തിട്ടപ്പോഴേ ചുരിദാർ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, അളവ് ഇവിടെ വന്നെടുത്തതാണോ ആള്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തച്ചെന്ന ചുരിദാറല്ല ഞാൻ അളവിനായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അത് നോക്കിയല്ലേ നിങ്ങൾ തച്ചത്? ഇതൊക്കെയാണ് കുഴപ്പം. ഞാൻ എവിടെ അടുത്ത് എപ്പോഴും പറയണത് ആള് വരാതെ അളവെടുത്ത് തയ്ക്കരുതെന്ന്. ഈ ചുരിദാർ എന്നാലും നമ്മളെ ആള് വരുമ്പോൾ കറക്റ്റ് അളവ് കിട്ടും ചേട്ടാ. 10,500 രൂപ മെറ്റീരിയൽ ആണെന്നത് നിങ്ങൾ കളിക്കണത്. പക്ഷേ അതൊന്നും മതിക്കൂല. എനിക്കത് മതിക്കില്ല. പക്ഷെ കാശ് മുടക്കിയ ഞാനാ, എനിക്കത് മതിക്കും. അല്ല, ഒന്നുമില്ല, നമുക്ക് ശരിയാക്കാം. പോയിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. ഉച്ച കഴിഞ്ഞാ? ആലപ്പുഴ അത്യാവശ്യം കല്യാണത്തിന് പോകുമ്പോഴാണ് ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കുന്നു വേണ്ട. ഇത് ശരിയാക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. 1 മണിക്കൂർ കഴിഞ്ഞു വാ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ചേട്ടാ? 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇവിടെ വരും. നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുത്തി ആലപ്പുഴ കല്യാണത്തിന് പോകണ്ടേ എനിക്ക്? കണക്ക് ചെയ്ത് ഒന്നാമത് നിങ്ങൾ എമർജൻസി ആയിട്ട് കൊണ്ട് തന്നെയാണ്. എമർജൻസി ആയിട്ട് ഇരട്ടി കൂലി വാങ്ങിച്ചില്ല നിങ്ങൾ? അല്ല, അത് ശരിയാണ്. അല്ലാത്ത കൂലി തന്നെ. അപ്പോ അല്ല, ഇവിടെ ശരിയായിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കണ്ട. ചേട്ടൻ പോയിട്ട് വാ. 1 മണിക്കൂർ കഴിഞ്ഞു വാ. 1 മണിക്കൂർ പറ്റില്ല. ഞാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വരും. ഇവിടെ ശരിയാക്കി വെച്ചാൽ ആയിക്കോട്ടെ. അല്ലേ? ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യട്ടെ. നിന്റെ നല്ല സമയാ കേട്ടോ. നമ്മുടെ യൂണിയനിൽ സുരേഷ് ഇല്ലേ? തയ്ച്ചു കൊടുത്തതാ. അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേക്കുക.
വലത് കൈ കറക്റ്റാ, ഇടത് കൈ നീളം കൂടുതലാ. പിന്നെന്തോ ഈ സൈഡ് പിടുത്തോണ്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. അയ്യോ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ. വേണ്ടത് കഴിക്കാൻ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയാം. അയാൾ അരമണിക്കൂർ കഴിയുമ്പോൾ വരും, അപ്പോഴേക്ക് ശരിയാക്കി കൊടുക്കണം. എങ്ങനെ ശരിയാക്കി കൊടുക്കും? എങ്ങനെ ശരിയാക്കുന്ന തയ്ച്ച് ശരിയാക്കി കൊടുക്കണം. നിങ്ങൾ ഏറ്റണ്ട് പോന്നോ? പിന്നെ അയാൾക്ക് ആലപ്പുഴ കല്യാണത്തിന് പോകാനുള്ളതാണ്. നിങ്ങൾ എന്തിനാന്ന് എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഓരോന്ന് കേൾക്കണം? നിങ്ങളാണ് ഇവിടെ തയ്ക്കണത്. ഞാൻ ഒരെണ്ണം തന്നുണ്ടല്ലോ, തയ്ക്കുമ്പോൾ നേരെ പോയി തയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ഏറ്റത് കുറ്റമായി. അയാൾ പോകില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോയ ആളാ. ഞാൻ വല്ലവിധവും പറഞ്ഞ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ക്ലീറ്റോ, ഇതേപോലെ 3 ബ്ലൗസ് എനിക്ക് തയ്ക്കാനുണ്ട്. ഞാൻ എന്ത് ചെയ്യൂന്നാ ഈ പറയണേ? ഞാൻ ഒരു കാര്യം പറയാം, 500 രൂപ നമ്മൾ മേടിച്ചത് എമർജൻസി തയ്യലിന്. 500 രൂപ മേടിച്ചെങ്കിൽ എമർജൻസി ആയിട്ട് കൊടുത്തില്ലേ? എമർജൻസി ആയിട്ട് കൊടുത്താൽ അത് ഇടണ്ടേ അവർക്ക്? അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട്. ഞാനേ തലേ ഞാൻ ഇവിടെ തന്നെ ഇറങ്ങിയാ പോകും. ഞാനാ ഒരു വസ്തുവിന് ഉപകാരമില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെയായി. അപ്പം ഞാനാ കുറ്റക്കാരൻ. ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ പിന്നെ അത് സമ്മതിക്കത്തില്ല. വേണ്ട, ചെയ്യാൻ പറ്റുമോ? വിശ്വാസം ഉണ്ടെങ്കിൽ മതി. നീ അല്ലാതെ സംശയത്തോടെ ഒന്നും എന്നെ ഏൽപ്പിക്കണ്ട. വെയിറ്റ് കാണുമ്പോഴേ ഒന്ന് ചെയ്യന്റെ പൊന്ന് ക്ലീറ്റോ. അറിയാമോ ചെയ്യാൻ? എനിക്ക് അറിഞ്ഞൂടി. ഓ, നീ വലിയ ഇവിടുത്തെ അന്താരാഷ്ട്ര തയ്യക്കാരിയല്ലേ? ഈ മെഷീനാണ് ഞാൻ എങ്ങോട്ടേലും എടുത്ത് ഞാൻ കളയും. എന്താ ചെയ്യാൻ പോണേ ഇപ്പൊ? വലത് കൈ കറക്റ്റാന്ന് പറഞ്ഞു, ഇടത് കൈ ഇടത് കൈ ഇച്ചിരി നീളം കൂടുതലാ. കറക്റ്റ് ആയിട്ട് വെട്ടിക്കളയത്. ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വെട്ടണം തയ്ക്കാനുള്ളതാ. ഓ, ഇറങ്ങി നിനക്ക് ചെയ്തൂടായിരുന്നു ആദ്യമേ. ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് പൈസ കൂടും കേട്ടോ. നിങ്ങളത് മുഴുവൻ എടുത്തോ, അത് ശരിയായി തന്നാ മതി. ഈ സൈഡ് നമുക്ക് ടൈറ്റാന്ന് പറഞ്ഞേ. അപ്പൊ ഒരു ഇഞ്ച് കൂട്ടി ഇതാക്കിക്കോ. 1 ഇഞ്ച്. ഞാൻ അയാളോട് ചോദിച്ചേ, ഭാര്യയുടെ വണ്ണം ഇച്ചിരി കുറപ്പിച്ചു വിടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു മടി തമാശക്ക് ചോദിച്ചാ, പക്ഷെ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കരക്കാരുടെ കൈ കൂടി കൊള്ളു. പെൻസിലോട്ടടി അങ്ങനെ മറക്കിട്ടെ. എന്റെ ക്ലീറ്റ് നിങ്ങൾ അങ്ങനെ വെച്ചങ്ങ് വെക്കുന്നേ. 16. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. കൊള്ളാടി. ഇടി ഇത് 17 ഉണ്ട്, അത് 16. ഇങ്ങനെ നടക്കുന്നത് ഏടാ ഇട്ടോണ്ട് പോയാ നല്ല രസമായിരിക്കും. പിന്നെ പറഞ്ഞാ മതി. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മിഷൻ മാറ്റി തന്നോ. ഇൻസ്റ്റാൾമെന്റിനാണെങ്കിലും മതി. ഇനിയിപ്പൊ മിഷൻ വാങ്ങാനുള്ള നീ ഒന്നും പറയിക്കരുത്. ഇവിടെ പൈസ വെച്ച് അങ്ങ് അടുക്കി വെച്ചേക്കല്ലേ. തങ്കം പിന്നെ കഴുത്ത് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, അത് ഇച്ചിരി കയറിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. ഒരു കാര്യം ചെയ്ത് 2 ഇഞ്ച് ഇറക്കിക്കോ. 2 ഇഞ്ചൊക്കെ ഇറങ്ങി വരുമ്പോ അത് വൃത്തിയോടാവൂലേ തങ്കം? നിങ്ങളുടെ ഭാര്യയല്ലല്ലോ, സുരേഷ് ചേട്ടന്റെ ഭാര്യയല്ലേ, അയാൾ സഹിച്ചോളൂ. എന്നാലും ഇനി അതെങ്ങാനും സുരേഷ് ശ്രദ്ധിച്ചാൽ പിന്നെ അത് അതിനേക്കാളും കുഴപ്പമാവും. വേണ്ട, അത് 1 ഇഞ്ച് മതി. നല്ലൊരു മര്യാദയല്ലേ, ഒരു ഡ്രസ്സിന് ഒരു മര്യാദ ഉണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാവുന്ന ശരിയാക്കി താന്ന. അവർക്കില്ലെങ്കിലും നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. വള പറയാനാണെങ്കിൽ എന്റെ ക്ലീറ്റോനെ കഴിഞ്ഞിട്ടുള്ളൂ ആള്. ഞാൻ നിർത്തിട്ടാ, തയ്യല് നിർത്തി. ഇത് നാട്ടില്ലാതെ പറ്റില്ല മോളെ. നൂല് കേറിയിരിക്കാൻ. പിന്നെ ഈ പണി ചെയ്യണതിന് എക്സ്ട്രാ എനിക്ക് കാശ് തരണം കേട്ടല്ലോ. നിങ്ങൾ അത് മുഴുവനും എടുത്തോ. അതങ്ങനെ 500 രൂപ നീ നേരത്തെ മേടിച്ചു എടുത്തല്ല. അതിനകത്താണല്ലോ അങ്ങോട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് എടുത്തോണ്ട് പോയത്. ഞാൻ കണ്ടില്ലാന്ന് വിചാരിക്കണ്ട. അയ്യോ, അത് 500 അല്ല, അത് നീ മറ്റേ രമണി ചേച്ചിയുടെ തച്ചേന്റെ 500 ആണ്. അതല്ല, ഇത് ഞാൻ എടുത്തില്ല, കണ്ടില്ല. കത്രിയോടെ സൂക്ഷിച്ചു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തുടങ്ങിയത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവള് പറയാം. ഒന്നും പറയണില്ല. ഞാൻ ഇത് ചെയ്യണോ വേണ്ടേ? ചെയ്യണം. ജമന്തി ജമന്തി ആയിട്ടാ ഞാൻ ഇറങ്ങാ. ആ പോടാ പോ. ഓ, അമ്മ വരുന്നത് എവിടെ? എന്താ രാവിലെ തന്നെ നിങ്ങൾ പുകാറിയ ഓ KCB-ക്കാർക്കൊക്കെ എത്ര കൃത്യനിഷ്ഠയാണ്? 10 മണിക്ക് തന്നെ എത്തണോ? AX പറഞ്ഞ ദിവസമാണ്. ഒരു 10 മിനിറ്റ് എന്നോട്ടൊരു കാര്യം പറയണ്ടേ? അയ്യോ, സമയമില്ല, പോണം. എന്നാ നീ വിട്ടോടാ, ഞങ്ങൾ കാര്യം സംസാരിച്ചിട്ട് വരാം. ബാ ചേച്ചിയെ, എന്റെ കനക ഇതുപോലത്തെ അമ്മാവനും അളിയനെ കൂടി നിന്റെ പണി കളഞ്ഞെടുക്കോട്ടെ. വരാൻ നോക്കുവാ, വേഗം വരണേ. ഇപ്പൊ തന്നെ സമയമായി. ചേച്ചിയെ എന്താ അഴകേശ? ഞാനേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന.
നമ്മുടെ കട്ടപ്പനയിലുള്ള കൊച്ചല്ലേ, തറവാടിന്റെ അടുത്തൊരു 4 മുറിയുള്ള കട, തുന്നൽ കട നടത്തിയിരുന്ന അച്യുതൻ. ആ കൊച്ചപ്പ കടയൊക്കെ നിർത്തിയിട്ട് അമേരിക്കയിലേക്ക് മകന്റെ കൂടെ താമസിക്കാൻ പോവാ. അപ്പൊ എന്നോട് പറഞ്ഞു ഈ കട ഏറ്റു നടത്താൻ പറ്റിയ വല്ലവരും ഉണ്ടോന്ന്. അപ്പൊ എനിക്ക് ഇവിടെ തങ്കത്തിന് ഓർമ്മ. അവളെന്തായാലും തുന്നലൊക്കെ പഠിച്ചിരിക്കല്ലേ, അതെ, ആ കട അവളെ കൊണ്ടങ്ങനെ നടത്തിച്ചാലോ. അത് സംസാരിക്കാനാണ് എന്നോട് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. അതിപ്പോ തങ്കത്തിനൊക്കെ ഏൽപ്പിച്ചപ്പോ നടക്കുമോ? ആ അവൾക്ക് തുന്നലൊക്കെ അറിയാലോ. പിന്നെ ഞാനും ഇല്ലേ ഒരു 4 നല്ല തുന്നക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് അവളെ കൂടെ ഏൽപ്പിക്കാം. അവളുടെ കുടുംബം രക്ഷപ്പെടും. കുറച്ച് കാശുകൂടെയൊക്കെ മുടക്കി അവർ നല്ല രീതിയിൽ അങ്ങോട്ട് നമുക്ക് അതെ, അതിപ്പോ മക്കള് നന്നാവാനല്ലേ കുറച്ച് കാശ് അങ്ങോട്ട് ഇറക്കാം. അതിപ്പോ അമ്മാവ ഏതായാലും ഒരു സ്ഥാപനം തുടങ്ങല്ലേ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോ അതിന് സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബന്ധുക്കളെയൊക്കെ കുത്തി കയറ്റിയാൽ പിന്നെ ആ സ്ഥാപനം പൊളിഞ്ഞു പോകും, കുത്തുപാടെടുക്കും. എടാ അതിനാരും നമ്മൾ കുത്തിക്കയറ്റുന്നില്ല, തങ്കമാണ് ഓണർ, അവളാ നടത്തട്ടെ. അമ്മാവ അതിന് മാത്രം തയ്യലും അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് തുന്നാനേ അറിഞ്ഞൂടാ. അവള് മുണ്ടിന്റെ വക്കടിക്കും, പിന്നെ ഈ മാക്സ് കീറിയതൊക്കെ തുന്നി കൊടുക്കുക, അതിന് മാത്രമല്ലേ അവൾക്ക് അറിയൂ. അതല്ല, അറിയാവുന്ന 3 തയ്യക്കാരെ കൂടി ഇരുത്തിയാൽ മതിയല്ലേ. അതെ, ഒരു 3-4 തയ്യക്കാരെ വെക്കുന്നു, ഇവിടെ മേൽനോട്ടം നോക്കും, മാനേജറായിട്ടിരിക്കട്ടെ. നല്ല ആളുകൾ വെക്കണമെങ്കിൽ പിന്നെ മേൽനോട്ടത്തിന് നല്ലൊരാളെ വെച്ചാൽ പോലെ ഇവളെ കൊണ്ടുപോകുന്നതിനാണ്. അതൊക്കെ അറിയാം. ആ ആര് പറഞ്ഞു? എടാ അവര് രക്ഷപ്പെട്ടോട്ടെ, ഒരു ഉത്തരവാദിത്വം വരുമ്പോ നന്നാവും. കാശ് മുടക്കുന്ന അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ്. അതിന് നിങ്ങൾ ആരും മുടക്കണ്ട, ഞാൻ ഇറക്കിക്കോളാം. അല്ല എന്റെ കയ്യിൽ അതിന് പൈസ ഇറക്കാനൊന്നുമില്ല. എന്തെങ്കിലും വേണ്ടേ? നീയാണോ ഇല്ലെങ്കിൽ കാശ് അത്രയും മുടക്കുന്നത്? അമ്മയും മുടക്കണ്ട. വേണ്ടാന്ന്. അപ്പൊ തങ്കത്തിന് വെച്ചിട്ട് നമുക്ക് ആ കടയുടെ ഏറ്റെടുത്ത് തരത്തില്ല. കൊച്ചനോട് ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവൾ എവിടെ താമസിക്കും? എവിടെ താമസിക്കും? അവള് ദിവസേന വന്നു പോക്ക് നടക്കണ കാര്യമാണോ? എന്തിനാടാ വന്നു പോണേ? തറവാട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവൾ അവിടെ താമസിക്കട്ടെ. ഈ അമ്മാവൻ എന്തൊക്കെയാണ് ഈ പറയണത്? അപ്പൊ കുട്ടിയുടെ പഠിത്തോ? കുട്ടിക്ക് സ്കൂളിൽ പോണ്ടേ? എടാ TC വാങ്ങിട്ട് അവിടെ ചേർത്താ പോരെ. അപ്പൊ മറ്റേ പോകനം അവനെ കുറിച്ച് എന്തിനാ പേടിക്കണേ? തങ്ക എവിടെ ഉണ്ടോ അവളുടെ വാലും പിടിച്ച് നടക്കില്ലേ? അവനെ കുറിച്ച് ഒരു പേടിയും പേടിക്കണ്ട, അവൻ അവിടെ നിൽക്കട്ടെ. അത് തന്നെയാണ് എന്റെ പേടി. അമ്മ അവനെ വിശ്വസിച്ചിട്ട് നമ്മൾ തങ്കത്തിന് ഈ കൊച്ചിനെ എങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞേക്കണത് ഒന്ന് പറ. ഞാനില്ലടാ അവിടെ. ആന്ന് ശരിയാവില്ല അമ്മാവ. ഇത് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അവര് നന്നാവണം നമുക്ക് കണ്ടുകൂടാ. അത് അവര് നന്നാവുന്നതിന് എനിക്ക് എന്താണ് പ്രശ്നം? എന്തായാലും ആ പരിപാടി വേണ്ട, അത് വേണ്ട. എപ്പോഴും തല്ലുകൂടി ഇവിടെ താമസിക്കണം, അത് തന്നെ. എടാ അവള് നന്നാവാൻ പ്രാർത്ഥിക്കുക, അവളുടെ ആങ്ങളല്ലേ നീ. അയ്യോ എന്റെ അമ്മാവ ഇത് അതൊന്നും അല്ല. ആങ്ങളക്ക് പെങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല, അതങ്ങോട്ട് തുറന്നു പറയണ നാണക്കേടൊന്നുമില്ല, പറഞ്ഞോ. ഓ ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളും. അല്ലടാ, 100 പറഞ്ഞാലും 2 എണ്ണമല്ലേ ഉള്ളൂ അതുങ്ങള്, അവർക്ക് പിരിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാര്യം. അനുഭവിച്ചോ നഞ്ഞെന്തിനാ നാനാഴി. അല്ല കനക പോണ്ടേ, ഇറങ്ങണ്ടേ സമയത്രേ? ഓ സമയമായി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാവ. പിന്നെ നേരത്തെ വരണം, ഒരു കാര്യം തീരുമാനിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. വൈകിട്ട് പോണം, അതാ പറഞ്ഞേ. അല്ല ഇതിലിപ്പോ തീരുമാനിക്കാനൊന്നും ഇല്ല അമ്മാവ, അത് നടക്കില്ല, അത് വേണ്ട വേണ്ട. അത് പറഞ്ഞ ശരിയല്ലേ, നീ നേരത്തെ കൊണ്ട് പോ, എനിക്ക് പോണട്ടോ, അതാ പറഞ്ഞേ. അല്ല അപ്പൊ അമ്മ വൈകിട്ട് പോവോ? പോണം. അല്ല വൈകുന്നേരം അല്ല നാളെ പോയാലും മതി. അപ്പൊ നേരത്തെ വന്നേക്കണം. വാങ്ങനാ വാ. നേരത്തെ വരും, നേരത്തെ വരും. ശരി അമ്മ. അമ്മ ഞാൻ ചായ എടുക്കട്ടെ? ചായ വേണം, ചായ. എന്തൊക്കെയോ ഐഡിയ ആയിട്ട് വന്നതാണ്. ഐഡിയ ഇപ്പൊ അവിടെ ചെല്ലുമ്പോ ഏതായാലും ഇന്ന് വിളി വരൂല്ല. ഇന്ന് വിളി വരൂലല്ലോ, കാലത്ത് കിട്ടി പിടിച്ചാ. വിട്ടോ വിട്ടോ. പൂണ്ടാക്കാൻ വേണ്ടി ഇരുത്തിയതാണ് ആ 8 വർഷം മാറ്റി കളയാൻ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാനൊരു പൂ കൊടുത്തപ്പോ അവക്ക് പുച്ഛം. പണ്ട് എന്തോരം പൂ ഞാൻ തന്നിട്ടുള്ള നിനക്കറിയാലോ. ഇയാളെത്ര വീണ്ടും വന്നേ? കല്യാണത്തിന് പോക്ക് മുടക്കുമ്പോൾ നിങ്ങൾ സമാധാനമായ ഒരു കുടുംബം കളിക്കാൻ സമാധാനമായെന്ന് എന്തോട്ടാ എന്തായിരുന്നാ ഇങ്ങനെയാണ് ചെറിയ ചോദിക്കണത്? ആദ്യം തെറ്റ് എന്ത് ഭേദമായിരുന്നു,
ഇപ്പൊ കഴുത്തും കയറില്ല കൈയും കയറില്ല ഇടാനും പറ്റില്ല. ചേട്ടാ ഇത് ആളെ കൊണ്ടുവരാതെ അളവ് തന്നാ ഇതൊക്കെ പ്രശ്നമാവും. നിങ്ങൾ അളവെടുത്തല്ലേ തച്ചേന്ന് അളവ് തുണി കൊണ്ടല്ലേ നിങ്ങൾ തച്ചത്. തയ്യക്കൂലി നിങ്ങൾ വാങ്ങിച്ചില്ലേ? എത്രയാണ് ചുരിദാർ വയ്ക്കുന്നത്? പിന്നെ ഇങ്ങനെ 10,500 മെറ്റീരിയൽ എടുത്ത് കൊടുത്തിട്ട് തച്ചു വെച്ചാൽ തയ്പ്പ് വേണ്ടത്. അളവ് പ്രശ്നം എങ്ങാണ്ട് ആയത് അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആളില്ലാതെ അളവ് എടുക്കരുതെന്ന്. എന്നാലും അളവിനൊക്കെ ഡ്രസ്സ് കൊണ്ട് തന്നില്ലേ? അതെ നിർത്ത്. എന്താ കിടന്ന് ഇവിടെ കിടന്ന് ഈ ഒച്ചപ്പാടുണ്ടാക്കണേ? ഇരട്ടി തയ്യക്കൂലിയും കൊടുത്ത് ചുരിദാർ വെച്ചാൽ അതെ ഇരട്ടി തയ്യക്കൂലി വെറുതെ മേടിച്ചല്ല, നിങ്ങൾക്ക് അത്യാവശ്യത്തിന് തയ്ച്ചു തന്നില്ലേ? തച്ചാൽ എനിക്ക് ഇടാൻ പറ്റണ്ടേ എന്റെ ഭാര്യക്ക്? അത് മനുഷ്യനല്ലേ, തയ്ക്കുമ്പോ ചെറിയ തെറ്റൊക്കെ കല്യാണത്തിന് പോയിരിക്കാൻ പറ്റുമോ? വേറെ ചുരിദാർ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തുണി എടുത്തോണ്ട് പോകായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കല്യാണം അല്ല പ്രധാനം, ഇവിടെ വന്ന് തമ്മിൽ തല്ലു പറഞ്ഞാൽ. ഏതെങ്കിലും തുണി കൊടുക്കാനാണെങ്കിൽ 10,500 തുണി ഇവിടെ കൊണ്ടുവരേണ്ട ചുമ്മാ കള്ളം 1,500 രൂപ മുതലാണ്. അമ്മ ഞാൻ മന കൊടുത്തിട്ട്. അവൻ ഉറങ്ങുന്നില്ലയോ? എന്താ ചായ എന്ന് പറഞ്ഞാൽ അവന് വലിയ ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ ഉറക്കത്തിൽ വിളിച്ചുകൊടുത്ത് ചായ അല്ല ചാരായം കൊടുത്താലും അവന് ഭയങ്കര ദേഷ്യം. നീ അതങ്ങ് അടുക്കളയിൽ കൊണ്ടുപോയി ഉണരട്ടെ. ആ വന്നടാ. എന്നാ ഏട്ടൻ കുടിച്ചു. അമ്മാനെടുത്ത് ചായ. അമ്മാന ഉറങ്ങണം. ഇത് മധുരട്ട ചായ അല്ലേ? ഞാൻ മധുരം ഇട്ടു. അമ്മാവിന് ഷുഗർ അല്ലേടി, മധുരം ഇടാത്ത ചായ കൊടുത്താ പോരെ? ഇത്രയ്ക്ക് നീ അതങ്ങ് മറന്നുപോയാ? ഞാൻ മറന്നുപോയ. ഞാൻ വേറെ എടുത്തോണ്ട് വരാം. ഓണെന്നല്ലോ. തനക വന്നോ? ഇപ്പൊ സമയം ഒരുപാടായല്ലോ. അല്ല എനിക്ക് ചായ ഇല്ലേ? അല്ല നിനക്ക് മധുരമില്ലാത്തല്ലേ അവൾ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു സമാധാനം എന്റെ കാര്യത്തിൽ നിങ്ങൾക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടല്ലോ. അമ്മാമ്മയുടെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്ക് ശ്രദ്ധയില്ലായിരിക്കോ? അമ്മാമ്മയുടെ എത്രയോ പ്രാവശ്യമായിട്ട് പറയല്ലേ ഇവിടെ വന്ന് നിക്കമ്മാവാന്ന്. അമ്മയെ നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കിക്കോളാം. എടാ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ തൊടിയും പറമ്പൊക്കെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായി തങ്കത്തിനോട് സംസാരിച്ചോ? ആ സംസാരിച്ചു. അവൾക്ക് ഭയങ്കര പേടി, ഒരു 4 ആളെനൊക്കെ വെച്ചിട്ട് കട തുറക്കുക എന്ന് പറയുമ്പോ. പക്ഷെ ക്ലീറ്റസിന് അങ്ങനെയല്ല കേട്ടോ, അവന് ഭയങ്കര താല്പര്യം. അവന് താല്പര്യം ഉണ്ടാവുമല്ലോ. അവനത് താല്പര്യം ഇല്ലാതെ ആകെ മുങ്ങി താഴെ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താല്പര്യം ഇല്ലാതിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, മനുഷ്യന് നന്നാവാൻ്റെ സമയമാണ്. എന്റെ അമ്മ എന്താണ് ഈ പറയണത്? ഈ പഞ്ചായത്ത് മുഴുവൻ അവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് ആ തറവാടും അമ്മാവനെയും കൂടെ നിലംപരിശാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. എടാ അങ്ങനെ ഒരാളെ കുറിച്ച് എഴുതാപ്പുറം വായിക്കില്ലേ? ഓരോരുത്തർക്കും നേരാവാൻ ഓരോ സമയമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കട തന്നിട്ടുള്ള കൊച്ചച്ഛന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചച്ഛൻ എങ്ങനെയായിരുന്നു ചോദിച്ചു? ഈ ക്ലീറ്റസ് ഒന്നുമല്ല, തനി ദൂർത്തൻ, എന്നും വെള്ളടിക്ക്, എപ്പോഴും അടിയും പിടി. ഇതെങ്ങനെ നേരായി? കൊച്ചമ്മയുടെ ഒരൊറ്റം എടുക്ക. കട തുടങ്ങാൻ താല്പര്യം ഉണ്ടായത് കൊച്ചച്ഛനാ. പക്ഷെ കൊച്ചമ്മ അങ്ങോട്ട് തുടങ്ങിയതിന്റെ ശേഷം പിന്നെ വെച്ചടി കയറ്റല്ലേ. പിന്നെ കച്ചവടം കൂടുമ്പോ കാര്യങ്ങൾ പലതും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഒരു 19 പേരെങ്കിലും ഷർട്ടും പാൻറ്റും അടിക്കാൻ കൊണ്ടുവരും കൊച്ചച്ഛന്റെ കടയിൽ. ഒരു ദിവസം സുരേഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ കല്യാണ ഷർട്ട് അടിക്കാൻ കൊടുക്കും. ഗൾഫ് പോണ ഒരു സുരേഷും ഷർട്ട് അടിക്കാൻ കൊടുക്കും. 2 പേരും ഷർട്ട് വാങ്ങാൻ വന്നത് ഒരു ദിവസം. കൊച്ചച്ഛൻ ഈ കവറിന്റെ മുകളിൽ സുരേഷ് എന്ന് എഴുതുകൊണ്ട് ഒരു കവർ എടുത്ത് ഈ സുരേഷിനും ഒരു കവർ എടുത്ത് ഈ സുരേഷിനെയും കൊടുത്തു. ഗൾഫ് പോണ സുരേഷ് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുത്തിട്ട് നോക്കിയപ്പോൾ വെള്ള ഷർട്ട്. പിന്നെ തിരിച്ചു വന്ന് മാറ്റാൻ സമയമില്ലാത്തതുകൊണ്ട് അയാൾ നേരെ ഫ്ലൈറ്റ് കയറിപ്പോയി. മറ്റേ സുരേഷോ കല്യാണ സമയത്ത് ഷർട്ട് എടുത്ത് നോക്കിയപ്പോ പുള്ളി ഷർട്ട്. മേനോമാരാ, വെള്ള ഷർട്ട് നിർബന്ധം. താലി കെട്ടാൻ പോണതിന്റെ മുമ്പ് ഷർട്ട് നോക്കുമ്പോ പുള്ളി ഷർട്ടായി ആകെ പ്രശ്നമില്ലേ? കാരണന്മാരൊക്കെ ആകെ പ്രശ്നമായി. എല്ലാവരും കൂടി കൊച്ചച്ഛന്റെ കടയിലേക്ക്. ഉത്തരവാദിത്വം വേണോടാ. ഒരു കല്യാണ ഷർട്ട് അടിക്കാൻ കൊടുന്ന പുള്ളി ഷർട്ടാ തരാ. ഇതെന്താ ഡാൻസ് കളിക്കാനാ പോണു? കല്യാണത്തിനല്ലേ പോണു? ഷർട്ട് ആകെ ബഹളം. എന്റെ അച്ഛൻ അവിടെ ചെന്ന് ഇടപെട്ടു. അച്ഛനെയും കൂടി കണ്ടപ്പോ കൊച്ചച്ഛനും ഇങ്ങോട്ട് കത്തി കയറിയില്ലേ, കത്രിക എടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഒരെണ്ണകത്ത് കയറടാ കൊത്തി കുടലെടുക്കുന്നേ. ആകെ ബഹളം, അടിയും പിടിയും. അന്നത്തെ ദിവസം അതിപ്പോ അവര് സ്ഥിരമുള്ള വേളം തന്നെ. വേറെ എന്തോന്നു? ഇതൊന്നും അല്ല, പുറത്ത് നാരടക്കുണ്ട്. ഒന്ന് പുറത്തുന്നോ? അതാരപ്പ അത്? എന്താ പ്രശ്നം? 10,500 തുണി എടുത്ത് ഞാൻ ചുരിദാറയ്ക്കാൻ കൊടുത്ത് അല്ല വെട്ടി തള കുളമാക്കി വെച്ചാൽ എന്നോട് ചോദിക്കാൻ വന്നപ്പോ എന്നെ അടിക്കാവുന്നതാണ്. അതിനോ മണ്ടടിക്കാൻ എന്റെ വീടാണ്, ഇതിനകത്തൊരു സർക്കസ് കളിക്കാൻ വരണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കുടുംബക്കാരുടെ ഒത്തുകാരുള്ള കളിയാണല്ലേ?
എല്ലാത്തിനും പോലീസ് കയറ്റും. അവിടെ നിയമം ഉണ്ടെന്നൊരു കാര്യമുണ്ടല്ലോ. എല്ലാത്തിനും പോലീസ് കയറ്റും. അയ്യോ, നിങ്ങളെ ഞാൻ പോലീസ് കയറ്റും. അയ്യോ, കൊല്ലവനെ. അയ്യോ, കൊല്ലവനെ. കുത്തി കൊല്ലണേ. ഒറ്റ കുത്താൻ വെച്ചല്ലോ. അല്ലടാ എന്താ ഇവിടെ ഉണ്ടായേ? എന്തുണ്ടായതെന്നോ, നാട്ടുകാര് പൈസ കൊടുത്ത് തുണി വാങ്ങിച്ചിട്ട് തയ്ക്കാൻ കൊടുത്തിട്ട് രണ്ടാളും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ അത് കുളമാക്കി വെച്ചു. പിന്നെ അവന്മാര് ചോദിക്കാതിരിക്കുമ്പോ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, തയ്ക്കാൻ അറിയുമെങ്കിൽ മാത്രം ആളുകളുടെ തുണി വാങ്ങിച്ചാൽ മതി. പിന്നെ തയ്ക്കാൻ അറിയാൻ പാടിട്ടാണ് ഞാൻ ഇത്ര നാളിവിടെ തയ്ച്ചോണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് ഒന്ന് വാങ്ങണ്ടാക്കിയത്? അയാളോട് 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാന്നേ. അപ്പൊ അയാൾക്ക് അത് ഇപ്പൊ തന്നെ കൊണ്ടോ? ആ വാശിക്കല്ലേ? ആ വാശിക്ക് എന്താണെന്ന് വാദമെന്ന് പറയാതെ എടാ മണ്ടപ്പ, നീ ഞങ്ങളെ കൊലക്ക് കൊടുക്കോ? എടാ അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ നിൽക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ഇവരോട് ചോദിച്ചൂടെ? എനിക്കൊരു സംശയമില്ലല്ലോ. എനിക്ക് ഈ മാതിരി ചൊറിഞ്ഞ എനിക്കറിയാം, പറ്റിപ്പോയി. എന്തായാലും അളിയൻ കൃത്യ സമയത്ത് വന്നത് നന്നായി. ഇല്ലെങ്കിൽ ചിലപ്പോ അളിയന്റെ പെങ്ങൾക്ക് കെട്ടിയൊന്നില്ലാതെ പോയത്. അപ്പൊ മനസ്സിലായോടി അളിയൻ നിന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ അളിയൻ വന്ന് ഇടപെടുവേ. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ വന്നത്. അങ്ങനെ നീട്ടി വിചാരിക്കാൻ വേണ്ട. 3-4 ദിവസം മുമ്പ് അവൻ ഓഫീസിൽ വന്നിട്ട് ഒരു വിഷയം ഉണ്ടാക്കി. എന്നിട്ട് എനിക്കിട്ടൊരു പണിയും തന്നു. ഞാൻ അതിന്റെ കരിപ്പ് തീർത്തതാ. അല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടാ. എന്തായാലും നോക്കിയോണ്ട് നിൽക്കണം, നടക്കാണ്ട് എവിടേക്കാ പടക്കി അങ്ങോട്ട് പോട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇനി ഇതുപോലുള്ള തോന്നിയാസത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നു വിചാരിക്കണ്ട കേട്ടാ. മര്യാദക്ക് അങ്ങനെയുടെ പൈസ കൊടുത്തോളാൻ രണ്ടും. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ? എനിക്കറിയാൻ പാടില്ല. അമ്മേടെ അടുത്ത് ചോദിക്കല്ലേ? ഇത്ര പ്രാവശ്യം പറഞ്ഞെന്ന് അറിയില്ലെങ്കിൽ ചെയ്യണ്ടെന്ന്. നീ എന്നെ ഒരുപാടങ്ങ് വിശ്വസിച്ചതല്ലേ കുഴപ്പമായത്. അല്ലടാ, അവൻ ആഫീസിൽ നിന്ന് എന്തോ ബഹളം ഉണ്ടാക്കിയെന്നാ നീ പറഞ്ഞത്? ആര്? ഇപ്പൊ അവിടെ വന്ന ആള്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെന്തിനാ അങ്ങനെ പറഞ്ഞു? അല്ലെങ്കിൽ ഞാൻ സഹായത്തിനുണ്ടെന്ന് വിചാരിച്ച് അവൻ വീണ്ടും ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കില്ലേ? മാത്രല്ല തറവാട്ടിൽ വന്ന് ഒരുത്തം ബഹളം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കിക്കാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും പെങ്ങളുടെ കെട്ടിയവനായി പോയില്ലേ പോന്തരാണെങ്കിലും. അതെന്തായാലും നന്നായി. ജമന്തിയെ, നീ മാമന്റെ ഷർട്ടും കൂടി എടുത്താ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇപ്പൊ തന്നെ നീ പോണോ? ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ, ഇറങ്ങട്ടെ. അല്ല അപ്പൊ കടയുടെ കാര്യം സംസാരിക്കണ്ടേ? ഇവരെ വെച്ചിട്ടോ? ഞാൻ ആ കട അങ്ങ് പൂട്ടിയടാ. അയ്യോ, അതെപ്പോ? ഇപ്പൊ Versus Alien.